ശിവരാത്രിയോടനുബന്ധിച്ച് തിരുവനന്തപുരം, കന്യാകുമാരി ഭാഗങ്ങളിൽ ഇന്നും നിലനിൽക്കുന്ന ആചാരമാണ് ശിവാലയ ഓട്ടം അഥവാ ചാലയമോട്ടം. ശിവരാത്രി ദിവസം തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ വളയങ്കോട്, കൽക്കുളം താലൂക്കുകളിലുള്ള തിരുമല, തിക്കുറിശ്ശി, തൃപ്പരപ്പ്, തിരുനന്ദിക്കര, പൊന്മന, പന്നിപ്പാകം, കൽക്കുളം, മേലങ്കോട്, തിരുവിടൈക്കോട്, തിരുവിതാംകോട്, തൃപ്പന്നിക്കോട്, തിരുനട്ടാലം എന്നീ 12 ശിവക്ഷേത്രങ്ങളിൽ ഒരു രാത്രിയും ഒരു പകലും കൊണ്ട് നടത്തുന്ന ദർശനമാണ് ശിവാലയ ഓട്ടം. ഈ 12 ക്ഷേത്രങ്ങളിലും ചെന്ന് കുളിച്ചു തൊഴുന്നതും പാപമോചനത്തിനുള്ള ഒരു മാർഗമാണെന്ന് വിശ്വസിച്ചു വരുന്നു. 1 മുതൽ 12 വരെയുള്ള ക്ഷേത്രങ്ങളിൽ ഒരു ദിവസം കൊണ്ട് കുളിച്ചു തൊഴുന്നതിനായി യത്നിക്കുന്നവരെ ചാലയോട്ടക്കാർ എന്ന് വിളിക്കുന്നു. ശിവരാത്രി നാളിൽ 12 രുദ്രന്മാരെ വണങ്ങുക എന്നതാണ് ഈ ആചാരത്തിന് പിന്നിലെ സവിശേഷത. ശിവാലയ ഓട്ടത്തിന് തയ്യാറെടുക്കുന്ന ഭക്തന്മാരെ ഗോവിന്ദന്മാർ എന്ന് പറയുന്നു. കുംഭമാസത്തിലെ ഏകാദശിക്ക് ഒരാഴ്ച മുൻപ് മാലയിട്ട് വ്രതം ആരംഭിക്കണം. ഈ ദിവസങ്ങളിൽ സ്വന്തം ഗൃഹത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാറില്ല. ക്ഷേത്രത്തിലെ നിവേദ്യച്ചോറ് മാത്രമേ കഴിക്കാറുള്ളൂ. രാത്രി കരിക്കും പഴവും മാത്രം. ത്രയോദശി നാളിൽ ഉച്ചയ്ക്ക് ആഹാരം കഴിഞ്ഞ് കുളിച്ച് ഈറനോടെ 1-ാം ശിവാലയമായ മൂഞ്ചിറ തിരുമലയിൽ സന്ധ്യാദീപം ദർശിച്ച് ഓട്ടം ആരംഭിക്കുന്നു. വെള്ളമുണ്ടോ കാവിമുണ്ടോ ആണ് വേഷം. കൈകളിൽ വിശറി ഉണ്ടാകും. ചെല്ലുന്ന ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളെ വീശാനാണ് വിശറി. വിശറിയുടെ അറ്റത്തായി 2 തുണിസഞ്ചികൾ ഉണ്ടാകും. അതിൽ ഒന്നിൽ പ്രസാദവും മറ്റേതിൽ വഴിയാത്രയ്ക്ക് ആവശ്യമായ പണവും സൂക്ഷിക്കുന്നു. ഇങ്ങനെ സംഘമായി ഓടി 12 ക്ഷേത്രങ്ങളിലും എത്തുന്നു. ഓരോ ക്ഷേത്രത്തിലും എത്തുമ്പോൾ കുളിച്ച് ഈറനോടെ വേണം ദർശനം നടത്താൻ. വഴിയിൽ പാനകം, ചുക്കുവെള്ളം, ആഹാരം എന്നിവ കൊടുക്കും. ഒടുവിലത്തെ ക്ഷേത്രമായ തിരുനട്ടാലെത്തി ഓട്ടം സമാപിക്കുന്നു. ഗോവിന്ദ ഗോപാല എന്ന് വഴിനീളെ ഉച്ചരിച്ചാണ് ഓടുന്നത്.